നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം മലയാളക്കരയുടെ മനസ്സിലൊരു ജലബോംബായി നിൽക്കുമ്പോൾ അതിൻ്റെ ആക്കം കൂട്ടുന്ന വെളിപ്പെടുത്തലുകളാണ് എം മണി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്ന് ആവർത്തിക്കുന്ന പിണറായി വിജയന്റെ പത്തിക്കടിച്ചുകൊണ്ട് തന്നെയാണ് എം മണിയുടെ ഈ വെളിപ്പെടുത്തൽ. മുല്ലപ്പെരിയാറിൽ എല്ലാം ഭദ്രമാണ് എന്ന് പിണറായി വിജയൻ ആവർത്തിക്കുമ്പോഴാണ് ഡാം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന് മണിയാശാൻ പ്രഖ്യാപിച്ചത്. മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്നും അതൊരു ജലബോംബാണ് എന്നും മുൻ വൈദ്യുതി മന്ത്രിയും MLA-യുമായ എം മണി പറഞ്ഞത് അടുത്ത കാലത്താണ്. മുല്ലപ്പെരിയാർ വണ്ടിപ്പെരിയാറിന് മുന്നിൽ ഒരു ജലബോംബായി നിൽക്കുകയാണ്. ഡാം പൊട്ടിയാൽ മലയാളികൾ വെള്ളം കുടിച്ചും തമിഴർ വെള്ളം കിട്ടാതെയും മരിക്കും. ശർക്കരയും സുർക്കിയും ചുണ്ണാമ്പും ഉപയോഗിച്ച് അതിന്റെ അകത്ത് കാലിയാണ്. മന്ത്രിമാരുടെ കൂടെ ഞാൻ പല പ്രാവശ്യം അതിന്റെ അകത്ത് പോയിട്ടുണ്ട് എന്ന് എം മണി പറഞ്ഞു. വെള്ളം ഇറ്റിറ്റ് വരുന്നുണ്ട്. അതിന്റെ പുറത്ത് സിമന്റും കമ്പിയും പൂശി എന്നതൊന്നും ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മുകളിൽ സിമന്റ് പൂശിയാൽ നിൽക്കുമോ? എന്തെങ്കിലും സംഭവിച്ചാൽ വരാൻ പോകുന്നത് അവർ വെള്ളം കുടിക്കാതെയും നമ്മൾ വെള്ളം കുടിച്ചും ചാകും. വണ്ടിപ്പെരിയാറിൽ നിന്ന് ആയിരക്കണക്കിനടി ഉയരത്തിൽ ബോംബ് പോലെ നിൽക്കുവാണ് ഈ സാധനം. വലിയ പ്രശ്നമാണ്. ഞാനിത് നിയമസഭയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് തമിഴ്നാട്ടുകാർ. അതിനപ്പുറം വേറെ വഴിയൊന്നുമില്ല. പുതിയ ഡാം അല്ലാതെ വേറെ എന്താണ് മാർഗം? നമ്മുടെ LDF സർക്കാർ ഇക്കാര്യത്തിൽ ഈ നിലപാട് തന്നെയാണ് എടുക്കുക. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് തീരുമാനമെടുത്താൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്നും പിണറായി വിജയനും മറ്റു മന്ത്രിമാരും വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി മുൻ വൈദ്യുതി മന്ത്രി രംഗത്ത് വന്നത്. തമിഴ്നാടുമായി നല്ല ബന്ധം സൂക്ഷിക്കാനാണ് കേരളത്തിന്റെ ആഗ്രഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കാണിക്കുന്നത് ശുദ്ധ അഭ്യാസമാണ് എന്ന് പിണറായിക്ക് അറിയാമെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ അദ്ദേഹം നിശബ്ദത പാലിക്കാറാണ് പതിവ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണത്തിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് പൂർത്തിയാക്കി. ഡാമിന്റെ ഡിസൈൻ തയ്യാറാക്കൽ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഇപ്പോഴുള്ള ഡാമിന്റെ 1200 അടി താഴ്ഭാഗത്തായി നേരത്തെ സർവേ ചെയ്ത സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിലാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് 2011 മുതൽ ആദ്യ DPR തയ്യാറാക്കിയിരുന്നുവെങ്കിലും തുടർ നടപടി നീണ്ടുപോയി. 600 കോടിയിലേറെ രൂപ ചിലവ് പ്രതീക്ഷിച്ചിരുന്ന നിർമ്മാണത്തിന് പുതുക്കിയ DPR പ്രകാരം 1200 കോടിയിലധികം ചിലവ് വരും. DPR തയ്യാറാക്കിയ ശേഷം കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി സമർപ്പിക്കും. പരിസ്ഥിതി അനുമതി പ്രധാനമായതിനാൽ തന്നെ വിശദ DPR അനിവാര്യമാണ്. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ 130-ൽ പരം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനായി പുതിയൊരു ഡാം നിർമ്മിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ അടക്കം നിലപാട്. അതേസമയം ചിലന്തിയാറിലെ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ വാദം ദേശീയ ഹരിത ട്രിബ്യൂണൽ തള്ളുകയായിരുന്നു. നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നാണ് ട്രിബ്യൂണൽ പറഞ്ഞത്. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നത്. വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വ്യാഴാഴ്ച ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാനിരിക്കെയായിരുന്നു അപ്രതീക്ഷിതമായ ഇത്തരത്തിലൊരു നടപടി. ഇക്കാര്യം തമിഴ്നാട് മന്ത്രി എടുത്തു പറയുകയും ചെയ്തു. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശന വേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. സ്റ്റാലിൻ വിഷയം ഉന്നയിക്കും മുൻപ് തന്നെ അനുമതി നൽകിയാണ് കേരള സർക്കാരിന്റെ സഹകരണം. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്നായിരുന്നു കേരളം സ്വീകരിച്ചു വന്ന നിലപാട്. ഇതിലാണ് മാറ്റം വന്നത്. ഇതോടെ കേരളത്തിന്റെ വാദം സുപ്രീം കോടതിയിലും ദുർബലമാകും. ഇത്തരത്തിൽ നിരപരാധികളെ വഞ്ചിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താനുള്ള തമിഴ്നാടിന്റെ നീക്കത്തിന് കേരള സർക്കാർ രഹസ്യ പിന്തുണ നൽകുന്നതും ഈ വഞ്ചനയുടെ ഭാഗം തന്നെയാണ്. ജലനിരപ്പ് 152 ആക്കുമെന്ന തമിഴ്നാട് മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടും പിണറായി വിജയനും CPM-ഉം നിശബ്ദത പാലിക്കുന്നത്
കോടികളുടെ കുതിര കച്ചവടം നടന്നതുകൊണ്ട് തന്നെയാണ്. പിണറായിയുടെ താല്പര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യത്തോട് പിണറായി വിജയനും CPM-ഉം മുഖം തിരിച്ചത് കോടികൾ കിട്ടിയതുകൊണ്ട് തന്നെയാവണം.